السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹവും ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ഒക്കെ ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് അൽഹംദുലില്ലാഹ് റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹത്താല് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു സദസ്സിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും മരണം വരെ നിലനിർത്താനും മരണാനന്തരം റഹ്മാനായ റബ്ബിന്റെ വാഗ്ദാനങ്ങളിൽപ്പെട്ട ഉന്നതമായ സ്വർഗീയ സുഖാനുഗ്രഹങ്ങളിൽ ഉല്ലസിക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില സമയങ്ങളിൽ കേൾക്കുന്ന ചില ക്ലാസ്സുകളിൽ നിന്നും ചില പോയിന്റുകൾ ഇങ്ങനെ നോട്ട് ചെയ്ത് എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട്. അതിടക്ക് വായിക്കാറുണ്ട്. അതൊന്നും ഇങ്ങനെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക്ക് മരണാനന്തരമായതുകൊണ്ട് തന്നെ അതുമായി റിലേറ്റ് ചെയ്ത ഒരു പോസ്റ്റ് തന്നെയാണ്. മനസ്സ് ദുനിയാവിന് വേണ്ടി കരയുന്നു, എന്നാൽ അത് മനസ്സിലാക്കി സന്തോഷം അതെല്ലാം ഉപേക്ഷിക്കുന്നതിലാണ് എന്ന്. മരണശേഷം മനുഷ്യന് താമസിക്കാൻ വീടില്ല, മരണത്തിന് മുമ്പ് അവൻ നിർമ്മിച്ച വീടല്ലാതെ. നന്മയാൽ അത് പണിതാൽ അവന്റെ വാസസ്ഥലം മനോഹരമായിരിക്കും. തിന്മ കൊണ്ട് പണിതാൽ അത് നിർമ്മിച്ചവൻ നിരാശനാകും. അവകാശികൾക്കായി നമ്മൾ നമ്മുടെ സമ്പത്ത് ശേഖരിക്കുന്നു. നമ്മുടെ വീടുകളെ ഒടുവിൽ കാലം നശിപ്പിച്ചു കളയും. ആഖിറത്തിലെ വീടിനായി പണിയെടുക്കൂ. അതിന്റെ കാവൽക്കാരൻ റിദ്വാൻ അലൈഹിസ്സലാമാണ്. അതിന്റെ അയൽക്കാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നിർമ്മിച്ചതോ റഹ്മാനായ റബ്ബ്. സുബ്ഹാനല്ലാഹ്. അവിടത്തെ കൊട്ടാരങ്ങൾ സ്വർണമാണ്. അതിന്റെ മണ്ണ് കസ്തൂരിയാണ്. അവിടെ വളരുന്ന പുല്ല് കുങ്കുമമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുന്ദരമായ വാക്കുകൾ അല്ലെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുന്ന ഒരു കോട്ടുകളിൽ പെട്ട ഒരു ഇതാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അല്ലെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കാമെങ്കിലും ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് ഉള്ള വരികളായിരുന്നു. അപ്പോ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകൾ ദുനിയവിയായ പല കാര്യങ്ങളിലും കെട്ടിക്കുടുങ്ങി ഓട്ടപ്പാച്ചിലിനിടയില് മരണമെന്ന യാഥാർത്ഥ്യത്തെ മറന്നുപോകുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഒരുവിധം എല്ലാവരും അല്ലെ, എല്ലാരും എന്ന് പറയുന്നില്ല, എന്നാലും ഏറെക്കുറെ മരണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന, മരണത്തെക്കുറിച്ച് പറയുന്ന എന്റെ ഹൃദയത്തിൽ പോലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്രത്തോളം ആ ഒരു വിഷയത്തിൽ നമ്മള് ചിന്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്നിങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുക്കാൻ കാരണം ഒരു ഉസ്താദിന്റെ ക്ലാസ്
തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുമ്പോ ഈ ഒരു വിഷയം വന്നപ്പോ വല്ലാതെ മനസ്സിനത് സ്വാധീനിച്ചു. അപ്പൊ അതൊന്നും കൂടി ആ കാര്യങ്ങള് എന്റെ മനസ്സിനെ പറഞ്ഞു ബോധിപ്പിക്കണം. കൂട്ടത്തില് എന്റെ ചുറ്റിലുമുള്ളവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം. പലപ്പോഴും നമുക്ക് മരണമെന്ന് കേൾക്കുമ്പോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണവാർത്ത കേൾക്കുമ്പോ നമ്മൾ പറയാറുണ്ടല്ലേ റബ്ബിന്റെ അടുത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് എപ്പോഴോ നമ്മള് ശീലിച്ച ഒരു വാചകമാണ് അല്ലെ, പണ്ടെപ്പോഴോ ശീലിച്ച ഒരു വാചകമാണ്. എന്നാ ഒരു വിശ്വാസി ഈ വാചകം പറയേണ്ടത് എപ്പോഴാന്നാ പറഞ്ഞേ? സൂറത്തുൽ ബഖറയിലൂടെ യാത്ര ചെയ്യുമ്പോ നമുക്കറിയാം അല്ലെ, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വിശ്വാസി അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു പ്രയാസം വന്നാല് അപ്പോഴാണ് അവൻ പറയേണ്ടത്, ഞാൻ നിന്നിൽ നിന്നുള്ളവനാണ് റബ്ബേ, ഞാൻ നിന്നിലേക്ക് തന്നെ മടങ്ങേണ്ടവനാണ്. എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും, എന്തൊരു പ്രയാസം വന്നാലും, എന്തൊരു പരീക്ഷണം വന്നാലും, സ്വഹാബാക്കളെ കുറിച്ച് പറയുമ്പോ അവരുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാറുണ്ട് അത്രേ. സുബ്ഹാനല്ലാഹ്. നമ്മള് ചെരുപ്പിന്റെ വാറ് പൊട്ടിയാല് മറ്റേ ചെരുപ്പും കൂടി നമ്മളങ്ങ് എടുത്ത് കളയൂല്ലേ. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമുക്ക് ഒന്നിലും പ്രത്യേകിച്ചൊരു ചിന്ത പോലും പലപ്പോഴും വരുന്നില്ല. അള്ളാഹു മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഓരോരുത്തരും മരണം, മറ്റുള്ളവരുടെ മരണത്തെ കുറിച്ച് പറഞ്ഞ ഈ വാക്ക് പറയെങ്കിലും സ്വന്തം മരണത്തെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ട ആ ഒരു നിമിഷത്തെ കുറിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക. അപ്പൊ തന്നെ നമുക്ക് ഒരിത്തിരിയെങ്കിലും നമ്മളുടെ കർമ്മങ്ങൾ നന്നാക്കണം എന്നൊരു ചിന്ത വരും അല്ലെ. ഖബറ് പണ്ടൊക്കെ എന്ന് വെച്ചാല് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഖബറ് കാണുക എന്ന് പറയുന്നത് വളരെ അപൂർവമായൊരു കാഴ്ചയായിരുന്നു അല്ലെ. പക്ഷെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ പിന്നെ വന്നപ്പോ ഒരുപാട് വീഡിയോകളിലൂടെ നമ്മൾ അതിന്റെ കാഴ്ചകൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ആദ്യ രാത്രി ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞ് നമ്മള് ചെന്നെത്തുന്ന ആ ഫസ്റ്റ് സ്റ്റെപ്പ് അതെങ്ങനെയായിരിക്കും അല്ലെ? അവിടെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഓരോരുത്തരും എന്തായിരിക്കും അവിടെ അഭിമുഖീകരിക്കുക? അള്ളാഹു അത് ഏറ്റവും മനോഹരമാക്കി തീർക്കുമാറാകട്ടെ. ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മള് ഈ ദുനിയാവില് ശരിക്കും ഒരു യാത്രക്കാരൻ മാത്രാണല്ലേ. ഈ ദുനിയാവ് നമ്മുടെ സ്ഥിരതാമസത്തിന്റെ സ്ഥലമല്ല. നമ്മളിപ്പോ ഒരു യാത്രയില്ല, നമ്മളെ റബ്ബ് പറഞ്ഞയച്ചതാ അല്ലെ. നമുക്ക് ഈ യാത്ര ഒരു സമയത്തുമ്പോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുണ്ട് അല്ലെ. ആ സ്റ്റോപ്പ് ചെയ്യുമ്പോ അവിടെന്ന് പിന്നെ നമ്മൾ എങ്ങോട്ട് പോകണം അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ നമുക്ക് 2 വഴികൾ നമ്മളെ മുമ്പിൽ തുറന്നു തന്നിട്ടുണ്ട് ഈ യാത്രയിൽ ഉടനീളം. ഫഹദൈനാഹുൻ നജ്ദൈൻ അല്ലെ. ഇരുട്ട് നിറഞ്ഞ വഴികളുണ്ട്, വെളിച്ചമുള്ള വഴികളുണ്ട്. അപ്പോ ഇതില് നമ്മൾ ഏത് തെരഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലവും. നമ്മള് വലതുഭാഗത്തേക്കാണ് അല്ലെ
ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടേക്കുമാണെങ്കിൽ വലതുവശത്തുള്ള നമ്മുടെ യാത്ര, വലത്തോട്ടുള്ള യാത്രയില് ആ വഴിയില് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്, നിങ്ങൾ ഈ വഴിയിലൂടെ പോയാല് യാത്രക്ക് കുറച്ച് സുഖം കുറവായിരിക്കും. ഈ വഴിയില് ഒരുപാട് കല്ലുകളും മുൾച്ചെടികളും വന്യജീവികളും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ വഴിയിലൂടെ ചെന്നെത്തിയാൽ എത്തുന്നത് ഒരു മനോഹരമായ സുന്ദരമായ തോട്ടത്തിലേക്കാണ്. എന്നാ രണ്ടാമത്തെ വഴി അത് ഇടതുവശത്തേക്കുള്ള വഴിയാണെങ്കിൽ ആ വഴിയിലും എഴുതി വെച്ചിട്ടുണ്ട് എന്ത്, ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ വളരെ സുഖമായിരിക്കും. അസ്വസ്ഥത അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. വഴിയാണെങ്കിലോ വളരെ സ്മൂത്ത് ആയിരിക്കും. പക്ഷെ ആ വഴി ചെന്നെത്തുന്നത് അഗാധമായ ഒരു ഗർത്തത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. നമുക്കറിയാം ആ വലതുവശത്തുള്ള വഴി അല്ലെ, ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഒരല്പം പ്രയാസമുണ്ടാകും. പക്ഷേ ആ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് നമ്മള് ഓരോരുത്തരും കൊതിക്കുന്ന, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും വിവരിക്കാൻ കഴിയാത്ത വിവർണനാതീതമായ ആ സ്വർഗം. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അല്ലെ, നീ വിചാരിച്ചു വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന്? നിനക്ക് മുമ്പുള്ള കഴിഞ്ഞുപോയ സമുദായങ്ങളൊക്കെ എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും നീ അനുഭവിക്കാതെ വേഗം അങ്ങ് കടന്നു പോകാന്ന് വിചാരിക്കുന്നുണ്ടാ? ഒരിക്കലും ഇല്ല അല്ലെ. അവിടേക്ക് എത്തണമെങ്കിൽ കുറച്ചൊന്ന് നമ്മള് ശ്രദ്ധിക്കണം. കുറച്ചൊന്നുമല്ല അല്ലെ, കുറച്ച് നല്ലപോലെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. എന്നാ നമ്മൾ എളുപ്പമുള്ള ആ വഴി തിരഞ്ഞെടുത്താലോ, സഞ്ചരിക്കാൻ എളുപ്പമുള്ള, റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത, ആരും നോന്ന് പറയാത്ത ആ വഴി നമ്മൾ തിരഞ്ഞെടുത്താലോ, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അവിടെ അഗാധമായ നരകം. സത്യത്തില് ഇന്ന് നമ്മൾ ഓരോരുത്തരും അറിയാതെ ആ നരകത്തിന്റെ അവകാശികളായി മാറുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുദ്ദസിറില് നമ്മളോട് പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. ഈ റഹീന എന്നുള്ള വാക്ക് ശരിക്കും ഇത് ഒരുപാട് തവണ ഞാൻ കേട്ടതായിരുന്നേ ഈ ആയത്ത്. പക്ഷെ അത് അത്ര പിന്നെ മനസ്സിൽ ഹൃദയസ്പർശിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സൂറത്തുൽ ബഖറയിലൂടെയും, അതായത് അവസാന ഭാഗം ഉണ്ടല്ലോ, ലാസ്റ്റ് പേജില് ഫരിഹാനും മഖബൂല എന്ന് പറയുന്ന റിഹാൻ എന്ന് പറയുന്ന ആ റിഹാൻ എന്ന് പറയുന്ന അവിടെ അതും ഒരുപാട് എത്രയോ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അടുത്ത് തഫ്സീർ ക്ലാസ് കേട്ടപ്പോ എന്തെന്നില്ലാത്ത ഒരു സുബ്ഹാനല്ലാഹ്, ഈ ഒരു വാക്കിന് ഇത്രയും ഇതുണ്ടോ അല്ലെ. എന്താ പറയുന്നത്, പണയപ്പെട്ടവനാണെന്നാ പറഞ്ഞ. പണയം എന്നുള്ളതാണ് ആ റഹീന എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയുന്നത്. അപ്പം എല്ലാ മനുഷ്യരും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, എല്ലാ മനുഷ്യരും കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന, ഓരോ വ്യക്തിയും താൻ സമ്പാദിച്ചു വെച്ചതിന് പണയപ്പെട്ടവനാകുന്നു. നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് എന്താണോ പ്രവർത്തിച്ചത് അതിനെ പണയപ്പെടുത്തപ്പെട്ടവരാണ് എല്ലാവരും. ആരൊഴികെ ഇല്ലാ അസ്ഹാബൽ യമീൻ ഒഴികെ. ആരാ ഈ അസ്ഹാബൽ യമീൻ അല്ലെ?
വലതുപക്ഷത്തിന്റെ ആൾക്കാർ. വലതുപക്ഷത്തിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാല് ആരാ വലതുപക്ഷത്തിന്റെ ആൾക്കാര്? ഫീ ജന്നാത്തിൻ യതസാഅലൂൻ. സൂറത്തുൽ മുദ്ദസിറിലെ 38, 39, 40 അങ്ങനെ നമുക്ക് പോകാം ട്ടോ. സുബ്ഹാനല്ലാഹ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നതില് ഒരുപാട് പേർക്ക് ഈ സൂറത്ത് ഹിഫ്ളുള്ളവരായിരിക്കും. കാരണം അല്ലെ, ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും. അല്ലാഹു തആല പറയുന്നല്ലേ, അവര് ഈ വലതുപക്ഷക്കാർ ഒഴികെ പറയുന്നുണ്ട്. അവരാരാണ്? അവര് സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ, അല്ലെ? സുബ്ഹാനല്ലാഹ്. അവിടെ വെച്ച് അവർ പരസ്പരം ചോദിക്കും, അന്വേഷിക്കും. ആരെ കുറിച്ചാണെന്നറിയോ? അനിൽ മുജിരിമീൻ. അനിൽ മുജിരിമീൻ, കുറ്റവാളികളെ കുറിച്ച് അവരോട് ചോദിക്കുന്നു. അതായത് സ്വർഗത്തില്, ആ ജന്നാത്തില് അതിമനോഹരമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ആ സ്വർഗത്തിലെത്തിയ ആളുകള് അവിടെ ഇങ്ങനെ നടക്കുമ്പോ അവിടെ കാണേണ്ട പലരെയും കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലേ? നമ്മളിങ്ങനെ, ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാം. ഞാനിങ്ങനെ ക്ലാസ് ഒക്കെ എടുത്തു തന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലേ? അപ്പൊ അവിടെ സ്വർഗത്തിലെത്തിയിട്ട് കാണാണ്ടിരിക്കുമ്പോ അവര് ചോദിക്കുന്നു, എവിടെ, അല്ലെ? നമ്മൾ എന്നെയുന്ന ആളുകളൊക്കെ എവിടെ? കാരണം പിന്നെ സ്വർഗം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ, എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവിടെ കിട്ടുന്നതാണല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോ പിന്നെ അവരെ കുറിച്ച് ചോദിക്കാണ്, ഇന്ന ആൾക്കാരൊക്കെ എവിടെ, അല്ലെ? അപ്പോ അവരെവിടെയാ ഉള്ളത്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അവര് കാണുന്നെന്താ? നരകത്തിൽ പ്രവേശിച്ച ഒരവസ്ഥയിലാ കാണുന്നത്. അന്നേരം ആ കുറ്റവാളികളോട് ഈ സ്വർഗവാസികൾ ചോദിക്കാണ്. എന്താ ചോദിക്കുന്നത്? മാ സലകക്കും ഫീ സഖർ. സഖർ, സഖർ എന്ന് പറഞ്ഞാല് നരകം, നരകത്തിന്റെ ഒരു പേരാ. നിങ്ങൾ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണ്? എന്താ അല്ലേ? എന്താ കാരണം നിങ്ങളിങ്ങനെ നരകത്തിൽ വരാൻ? സുബ്ഹാനല്ലാഹ്. അല്ലേ? നിങ്ങൾ ഇപ്പുറത്തല്ലേ ഉണ്ടാകേണ്ടിയിരുന്നത്? നിങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്ന ആളുകളല്ലേ, ഒന്നിച്ചുണ്ടായ ആളുകളല്ലേ, ഒന്നിച്ച് മിണ്ടിയും പറഞ്ഞു നടന്നവരല്ലേ, അല്ലേ? ഒരുമിച്ച് സ്കൂളിലും കോളേജിലൊക്കെ പോയവരല്ലേ. സുബ്ഹാനല്ലാഹ്. എന്താ പറയാ, അങ്ങനെ ഒന്നിച്ചുണ്ടായിട്ട് അവരെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചപ്പോ അവരെ കാണുന്നത് എവിടെയാ? നരകത്തിൽ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ആ നരകവാസികൾ പറയുന്നു, അവര് പറയുന്നു, ലം നകു മിനൽ മുസല്ലീൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഇതില് നമ്മൾ ചോദിക്കുന്നവരായിരിക്കോ ഉത്തരം പറയുന്നവരായിരിക്കോ എന്ന്. ഇതിൽ ചോദിക്കുന്നവരാരാ? ചോദിക്കുന്നവര് സ്വർഗാവകാശികളാ. ഉത്തരം പറയുന്നവരാരാ? കുറ്റവാളികൾ, നരകത്തിന്റെ ആളുകൾ, സഖറിൽ പ്രവേശിപ്പിച്ച ആളുകൾ. ഇതില് നമ്മള് അസ്ഹാബൽ യമീനാണെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മള് രക്ഷപ്പെട്ട്. നേരെ മറിച്ച് സഖറിന്റെ ആളുകളാണെങ്കിലോ, ആ സഖറില് അവരകപ്പെടാനുണ്ടായ കാരണം കൂടി അല്ലാഹു തആല ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇനി പറയുന്ന കാര്യങ്ങളില് നമ്മൾ കൃത്യമായ ഒരു ശ്രദ്ധ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാന്നുള്ളതാണ്. ചോദിക്കുന്നില്ലേ, എന്താ നിങ്ങൾ അപ്പുറത്തായി പോയത്? സുബ്ഹാനല്ലാഹ്. അല്ലേ? ഇത് സ്വാഭാവികമായിട്ടും എല്ലാരും ചോദിക്കാനിടയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മള് ചോദിക്കുന്നവരാകണം, ഒരിക്കലും ചോദിക്കപ്പെടുന്നവരാകാൻ പാടില്ല.
അപ്പോ ഈ ചോദ്യം അവരെന്തൊക്കെയാ ചോദിച്ചാല് മാ സെലക്കും ഫീ സഖർ, നിങ്ങൾ എന്താണ് ഈ നരകത്തിൽ പ്രവേശിപ്പിച്ചത്? അപ്പൊ അവര് പറയാണ് ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ എന്താണ്, ഞങ്ങളായിരുന്നില്ല എന്താണ് മിനൽ മുസല്ലീൻ, നിസ്കാരക്കാർ അല്ലെ, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല. നിസ്കരിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞല്ലേ, നിസ്കരിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞ്, നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടില്ല എന്നാ പറഞ്ഞ്. അപ്പോ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിസ്കരിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞല്ലേ, നിസ്കരിക്കുന്ന ആളുകളെ കൂട്ടത്തില്, നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളായില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു വലിയൊരു പോയിന്റാണ്, നല്ല അല്ലെ, നല്ല നിസ്കരിക്കുന്ന, കൃത്യമായി നമസ്കരിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ കൂടുക എന്ന് പറയുന്നത് അത് വലിയൊരു പോയിന്റാ. അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വലിയൊരു പോയിന്റാ. സുബ്ഹാനല്ലാഹ്. ജമാഅത്തായി അല്ലെ, ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ള വിഷയം, അതിലൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ച് ഈ വിഷയത്തില്, ജമാഅത്തിന്റെ വിഷയത്തില് പുരുഷന്മാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിത് ശബ്ദം കേൾക്കുന്ന ഓരോ സ്ത്രീകളും നിങ്ങളുടെ അധീനതയിലുള്ള നിങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ പിതാവ്, അതല്ലെങ്കിൽ സഹോദരങ്ങള്, അല്ലെങ്കിൽ മക്കൾ, ആൺമക്കൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അവരൊക്കെ നമ്മള് 5 നേരം പള്ളിയിൽ പറഞ്ഞയക്കണം, ജമാഅത്തിൽ പങ്കെടുക്കാൻ. നാളെ ഈ ഒരു ചോദ്യം അവര് നേരിടാൻ പാടില്ല അല്ലെ, നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ. ശരിക്കും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവല് വക്ത് ഫർള് ആ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് അവരുടെ മേൽ നിർബന്ധമാണ് അല്ലെ. നമുക്കറിയാം, കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പോലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ, ബാങ്ക് കേൾക്കുന്നെങ്കിൽ നീ പള്ളിയിലേക്ക് പോണം എന്നാ പറഞ്ഞേ. സുബഹിക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാത്ത ആളുകളുടെ വീടുകൾ ഞാൻ അഗ്നിക്ക് ഇരയാക്കുമായിരുന്നു, അവിടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഇല്ലായിരുന്നെങ്കിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാ എന്ന് പറയുന്നത്. അതുപോലെ അല്ലെ, നിസ്കരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവരിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാകും. നല്ല ആളുകൾ അല്ലെ, സുബ്ഹാനല്ലാഹ്. നന്മയുടെ കൂട്ടത്തിൽ, നന്മയുടെ ആളുകളുടെ ഇടയിൽ കൂടിയിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അതുകൊണ്ട് ഒരിക്കലും ഒരു നഷ്ടം വരില്ല അല്ലെ. ഫർദ് നമസ്കാരങ്ങൾക്ക് പുറമെ മുമ്പും ശേഷവും ഒക്കെ ഉള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന നല്ലൊരു ചങ്ങാതിയെ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചു പോകും. സത്യം, ഞാൻ എന്റെ കാര്യം പറയാം. മുമ്പ് എങ്ങനെ സുന്നത്ത് നമസ്കാരം ഭയങ്കര മടിയാണ്, അതുപോലെ സുന്നത്ത് നോമ്പുകളൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. ഭയങ്കര ഭയങ്കര എന്ന് വെച്ചാൽ അത്രയും മടിയായിരുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പക്ഷെ ഇങ്ങനെ നമ്മളെ വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഒരു വീട്ടിൽ ഇങ്ങനെ കൂടിയിട്ട് എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ സംസാരമൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ എപ്പോഴും സുന്നത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് പറയുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ആ ആൾക്കാർ കൂടെ ഇരിക്കുമ്പോ തന്നെ വേറെ തന്നെ ഒരു അനുഭൂതിയാണ്. വേറെ ഒന്നും പറയാനില്ല അള്ളാഹിനെ കുറിച്ചും, അള്ളാന്റെ കുറിച്ചും, പരിശുദ്ധ ഖുർആനെ കുറിച്ചും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കുറിച്ചും ഇങ്ങനെ നിരന്തരം നിരന്തരം പറഞ്ഞത് എന്നെ റിപ്പീറ്റ് 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 ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ വിചാരിക്കും ഞാൻ എന്നെ എന്തിനു കൊള്ളാം റബ്ബേ, ഞാനിത് എത്രയായി കേൾക്കുന്നു. കേൾക്കാൻ മാത്രല്ല പറയും ചെയ്യുന്നുണ്ട് റബ്ബേ ല്ലേ. എന്നിട്ടോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, നല്ല ആൾക്കാർ കൂട്ടത്തില് അങ്ങനെയുള്ള സദസ്സുകളിൽ ഇരിക്കുമ്പോ നമ്മൾ ദുആ ചെയ്യാ. ഇൽമിന്റെ മജ്‌ലിസുകളില് പ്രാർത്ഥനക്ക് ഉത്തരണ്ട് എന്നാണല്ലേ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സദസ്സിലിരിക്കുമ്പോ ഇങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അമാന്തം കാണിക്കുന്നവരാണെങ്കിൽ അതുകൊണ്ട് പ്രാർത്ഥിക്ക്, റബ്ബേ എനിക്ക് അവ്വല് വക്തില് കൃത്യതയോടെ ആ സമയത്ത് നിർവഹിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ, എന്നെ നീ സഹായിക്കണേ റബ്ബേ. മുമ്പും ശേഷവും ഒക്കെ ഉള്ള സുന്നത്തുകൾ ഒരു മടിയും കൂടാതെ നിർവഹിക്കാൻ റഹ്മാനായ റബ്ബേ നീ എനിക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. തഹജ്ജുദിന് എഴുന്നേൽക്കാൻ മടിയുള്ളവരാണെങ്കിൽ റബ്ബിനോട് നേരത്തെ പറഞ്ഞ് ഏൽപ്പിക്ക്, അള്ളാഹു എനിക്കൊരു മടിയും ഇല്ലാതെ നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കാൻ നീ എന്നെ സഹായിക്ക് റഹ്മാനെ. അങ്ങനെ റബ്ബോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം സദസ്സുകൾ പ്രാർത്ഥന അള്ളാഹു എന്തായാലും സ്വീകരിക്കും. അപ്പോ
ഒന്നാമത്തെ അവരടുത്ത് വന്ന വീഴ്ച എന്താണ്? അവര് നിസ്കാരം അതിന്റെ നിസ്കരിക്കുന്ന ആളുകളെ കൂട്ടത്തില് പെട്ടില്ല. നന്മയുടെ കൂടെ കൂടാൻ അവര് തയ്യാറായില്ല. സ്വന്തം ആഗ്രഹങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും തിരക്കുകൾക്കിടയിൽ അതിന്റെ പിന്നാലെ ഓടി. ഒരുപാട് ദുനിയാവിന്റെ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി ആഖിറം മറന്ന് അള്ളാനെ മറന്ന് അള്ളാഹുവിന്റെ ദിക്റുകളെ അവഗണിച്ച് അള്ളാനോടൊന്ന് സമാധാനത്തിലൊന്ന് സംസാരിക്കാൻ പോലും ശരിക്കും നിസ്കാരം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുമായുള്ള ബന്ധം സില, റഹ്മാനായ റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമുക്ക് ഈ ഭൂമിയില് നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ എല്ലാമായ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരേ ഒരു സന്ദർഭം എന്ന് പറയുന്നത് അത് നിസ്കാരാന്നല്ലേ? സുബ്ഹാനല്ലാഹ്. ആ അവസരത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നിസ്കാരം എന്ന് പറയുമ്പോൾ ഒരു 5 നേരം ബാങ്ക് കൊടുക്കുമ്പോ കൈയും കാലും ഒന്നിച്ച് കുനിഞ്ഞ് നിവർന്ന് പിന്നെ കാട്ടിക്കൂട്ടുന്ന ഒരു എക്സസൈസ് അല്ല. അത് അള്ളാഹുവുമായിട്ടുള്ള ഒരു സ്ട്രോങ് കണക്ഷനാണ്. ശരിക്കും നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാ, നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടാ? സുബ്ഹാനല്ലാഹ്, അതൊക്കെ നമ്മൾ നിസ്കാരത്തിൽ കൊണ്ടുവരാം. ഒരിക്കലും നമ്മൾ എന്താകാൻ പാടില്ല? ഫവൈലുല്ലിൽ മുസല്ലീന്റെ ആളുകളാകാൻ പാടില്ല. നിസ്കരിച്ചിട്ട് നരകം നാശം വാങ്ങുന്ന ആളുകളിൽ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹുമായിട്ടുള്ള ആ ഒരു ബന്ധം സ്ട്രോങ് ആയിട്ടുള്ള, സുബ്ഹാനല്ലാഹ്, സഹാബാക്കളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്ത് മനപ്രയാസം ഉണ്ടെങ്കിലും, എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും, എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അപ്പൊ റബ്ബിന്റെ അടുത്തേക്ക് പോകൂലേ? 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യും. അതാണ് റബ്ബുമായുള്ള ബന്ധം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടല്ലേ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവൃത്തികളിൽ നിന്ന്, നിഷിദ്ധമാക്കപ്പെട്ട വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയും. സുബ്ഹാനല്ലാഹ്. ശഹവത്തുകളിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ സംരക്ഷിക്കുന്ന ഒരു കവചമാണെന്ത്? നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോ അള്ളാഹുമായിട്ടുള്ള ആ ഒരു ബന്ധം, നിസ്കാരം, അങ്ങനെ അള്ളാഹുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുന്ന നല്ല ആളുകളുടെ കൂടെ നമ്മളും കൂടിയാല് നമുക്കും എന്തുണ്ടാകും? ആ ഒരു ബന്ധം നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അങ്ങനെയുള്ളവർ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശരിക്കും ഇങ്ങനെയുള്ള ഈ ഗൂഗിൾ മീറ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സൂമിലൂടെ ഒക്കെ ക്ലാസ് നടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എവിടെയൊക്കെയോ ഉള്ള ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലുള്ള ആളുകളെ ഒരുമിച്ച് ഇതിന്റെ ഉള്ളിൽ അള്ളാഹു തആല എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് റബ്ബിന്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. നമുക്ക് കിട്ടുന്ന ഇത്തരം നല്ല അവസരങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ആ ഒരു നിസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? നിസ്കാരം എന്നുള്ളത് നമ്മള് മരണാനന്തരം റബ്ബിന്റെ അടുത്ത് എത്തിയാൽ ആദ്യം ചോദിക്കുന്ന കാര്യമാണ് നമ്മളെ നിസ്കാരത്തെ കുറിച്ച്. അതില് പാസ്സായാല് ബാക്കി എല്ലാത്തിലും അവൻ പാസ്സാവും എന്നാ പറയുന്നത്. അതില് ഫെയിലായാലോ ബാക്കി എല്ലാത്തിലും അവൻ ഫെയിലാകും. സുബ്ഹാനല്ലാഹ്. ഒരാളെ നിസ്കാരം ശരിയായാല് അയാൾ തന്നെ ശരിയായി എന്നാ പറയുന്നത്. ആ വ്യക്തി തന്നെ ശരിയായി. ഒരാളെ നിസ്കാരം ശരിയായാല് അവന്റെ എല്ലാം ശരിയാകുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ളവർ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ
ഇവിടെ ചോദിക്കുന്ന ആള് കുറ്റവാളികളായ ആളുകളോട് സ്വർഗാവകാശികള് ചോദിക്കാണ്, നിങ്ങൾ എന്താണ് മാ സലക്കക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. പിന്നെ അടുത്ത ഉത്തരം എന്താ പറയാ, അവര് പറയുന്നത് അത് മാത്രല്ല, നിങ്ങൾ നിസ്കരിച്ചില്ല എന്ന് മാത്രല്ല, അല്ലെങ്കിൽ നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് മാത്രല്ല, വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തില് ഞങ്ങള് ഒരു താല്പര്യം കാണിച്ചില്ല, പാവപ്പെട്ടവന് ഞങ്ങൾ ഭക്ഷണം നൽകുമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പരിശുദ്ധ ഖുർആനില് ഒരുപാട് സ്ഥലങ്ങളില് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഈ പിന്നെ അന്ന ജ്യൂസിലുണ്ട്, തബാറക്ക് ജ്യൂസിലുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓരോ ആയത്തുകൾ കേൾക്കുമ്പോ ഭയങ്കര ആശ്ചര്യം തോന്നിപ്പോയിട്ടുണ്ട്. കാരണം സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആ ഒരു സന്ദർഭത്തില് ഈ പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തില് ഭയങ്കരമായിട്ട് അള്ളാഹു തആല അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ശരിക്കും ആദ്യത്തെ കാര്യം നിസ്കാരം പറഞ്ഞ, ആ നിസ്കാരം എന്ന് പറയുന്നത് അത് റബ്ബുമായിട്ടുള്ള കണക്ഷൻ ആണ് അല്ലെ, അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം. എന്നാ ഈ പാവപ്പെട്ടവന്റെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്, അത് മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണ് അല്ലെ. ശരിക്കും ഈ ഒരു വിഷയത്തില് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ എവിടേക്കെത്തും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നരകത്തിന്റെ ആളുകളിൽ പെട്ടുപോകും അല്ലെ. സൂറത്തുൽ ഖലമില് സൂറത്തുൽ ഹാഖയിലും ഇതുപോലെ പറയുന്നുണ്ട്, നരകത്തിലേക്ക് 70 മുഴം നീളമുള്ള ചങ്ങലയിൽ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് അവര് ആ നരകാവകാശികളാകാനുള്ള കാരണം പറയുമ്പോ അവിടെ ഒന്ന് റഹ്മാനായ റബ്ബിൽ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞ കാര്യം എന്താ അറിയോ, വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. സുബ്ഹാനല്ലാഹ്. ആ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവര് പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹനം നൽകിയില്ല എന്നുള്ളത്. അവിടെ പ്രോത്സാഹനം നൽകുന്ന വിഷയ പറഞ്ഞെങ്കിൽ ഇവിടെ നൽകുന്ന വിഷയ പറഞ്ഞ്, ഭക്ഷണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതിനൊരു ഇമ്പോർട്ടന്റ് ഉണ്ട് എന്തായാലും, നമ്മളത് മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ പലപ്പോഴും പൈസ കൊടുത്ത് ഒഴിവാക്കും. പൈസ അല്ലെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഭക്ഷണത്തിന്റെ ഇത്രയും അള്ളാഹു തആല ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ അത് എന്തുകൊണ്ടാണ് അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോ നമ്മളെ വീട്ടില് ഒരു വിരുന്നുണ്ടാക്കുന്ന വിചാരിക്കും, ഒരു പാർട്ടി. നമ്മളപ്പോ അവിടെ ആരെയാ ക്ഷണിക്കുന്നത്? നമ്മൾ ആർക്കാ പാർട്ടി ഉണ്ടാക്കുന്നത്? ചിന്തിച്ചു നോക്ക്. നമുക്ക് സമൂഹത്തിൽ വിലയും നിലയുള്ള അത്യാവശ്യം സാമ്പത്തിക വലിയ അല്ലെ ഉള്ള നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് പ്രിയപ്പെട്ട അങ്ങനെയുള്ള ആൾക്കാരല്ലേ. ശരിക്കും ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിന്റെ കാര്യം തന്നെ പറയാം. നമ്മളൊരു ഗ്രൂപ്പ് വെച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ അല്ലെ. ഈ ഗ്രൂപ്പില് പിന്നെ ആരെ വിളിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ പാർട്ടിയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ അതിലൂടെ സഹായിക്കുന്ന ഒരുപാട് മിസ്കീന്മാരുണ്ട് അല്ലെ, വിധവകളുണ്ട്, യതീമക്കളുണ്ട്. അവരൊക്കെ വിളിച്ചിട്ട് നമുക്കൊരു പാർട്ടി കൊടുക്കാം എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ? നേരെ മറിച്ച് അതില് വിഐപിസ് ആയിട്ടുള്ള വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ പലപ്പോഴും ക്ഷണിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും നമുക്ക് വലിയൊരു ആവേശമല്ലേ അല്ലെ. ഇനി നമ്മളെ വീട്ടിലെ കാര്യം എടുക്കാം അല്ലെ. നമ്മള് വീട്ടിൽ ആരെയാ ക്ഷണിക്കാം? നമുക്ക് നമ്മുടെ ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെ അങ്ങനെയുള്ള ആളുകളല്ലേ. ഈ മിസ്കീൻ എന്ന ഗണത്തിൽപ്പെട്ട ആളുകള് നമ്മുടെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുമ്പോ, ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ അവരുടെ സ്ഥാനം എവിടെയായിരിക്കും? ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണേ, അവരുടെ സ്ഥാനം എവിടെയാണ്? നമ്മൾ അവരെ എവിടെ ഇരുത്തും? അവര് നമ്മുടെ അടുക്കളയിൽ അല്ലെ, കിച്ചണില് ബാക്കിലായിരിക്കൂലേ. അവർ കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടാവൂലേ പാവങ്ങള്. അവർക്ക് എപ്പോഴാ ഫുഡ് കൊടുക്കാം? എല്ലാരും ഒന്നിച്ചിരിക്കുമ്പോ അവര് നമ്മളെ വിളിച്ചിരുത്തോ, കൊടുക്കോ? പുറത്തേർത്തല്ലേ. റഹ്മാനായ റബ്ബ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഇങ്ങനത്തെ വിഷയങ്ങളില് അവർക്ക് നമ്മൾ എന്താ കൊടുക്ക?
ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? മാ സലക്കക്കും ഫീ സഖർ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണല്ലേ പാവപ്പെട്ടവന് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടില്ല. എല്ലാരും കഴിച്ചിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നമ്മൾ പൊതിഞ്ഞു കൊടുക്കുമല്ലേ. അല്ലാഹു അക്ബർ. ഞാന് കുറെ മുമ്പ് കേട്ടിട്ടുണ്ട് എന്റെ ഇത്താത്തന്റെ നാട്ടില്, അവിടെ പാവങ്ങൾക്കായിട്ട് നോമ്പിന്റെ സമയത്തൊക്കെ നോമ്പ് തുറക്ക അവര് സംഘടിപ്പിക്കും. നമുക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, നല്ല നല്ല ഭക്ഷണം ആക്കിയിട്ട്, എന്താണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട്, ഇങ്ങനെ ചെറുമിക്കള് അങ്ങനത്തെ നന്ന പാവപ്പെട്ട പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന അങ്ങനത്തെ പണിക്കാരുണ്ടാവൂലേ, അങ്ങനത്തെ എല്ലാ ആൾക്കാരെ വിളിച്ചിട്ട് വലിയ നല്ല നോമ്പ് തുറ. സുബ്ഹാനല്ലാഹ്, അവർക്കായിട്ട് തന്നെ പ്രത്യേകമായിട്ട് കൊടുക്കും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരു സമ്പ്രദായേ ഇല്ല അല്ലെ. എന്തായാലും അൽഹംദുലില്ലാ നമ്മുടെ നാടുകളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നല്ലതിൽ നടക്കുന്നുണ്ട്. പാവങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പിന്നെ ഭക്ഷണ കിറ്റുകളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇറച്ചിയും മീനും കോഴിയും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരുണ്ട്. മാഷാ അല്ലാ, അള്ളാഹ് എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളും അതിന്റെ ഒക്കെ ചെറിയൊരു ഭാഗമാകുന്നുണ്ടെങ്കിലും ശരിക്കും ഈ ഒരു വിഷയം കേട്ടപ്പോ വേണ്ടത്ര ഒരു ശ്രദ്ധ ഈ വിഷയത്തില് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ പിന്നെ നമ്മൾ ഓരോരുത്തരും ഈ കാര്യത്തില് ഇത്തിരിയും കൂടി ശ്രദ്ധ കൊടുത്തുകൊണ്ട് അല്ലെ, ശരിക്കും ഇങ്ങനെ പണ്ട് ഞങ്ങളെ വീട്ടില് എന്റെ ഉമ്മ ഉള്ള കാലത്ത് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് വീട്ടില്, ഇങ്ങനെ മിസ്കിന്മാരായ ആൾക്കാര്. ഉമ്മ അവരെ നല്ല രീതിയിൽ സൽക്കരിക്കുന്ന കാണുമ്പോ നമ്മള് പറയും, എന്തിനാ ഉമ്മ ഇങ്ങനെ ഓരോന്ന് ശീലിപ്പിച്ചിന്, ഇങ്ങനെ ഉമ്മനെ കുറ്റപ്പെടുത്തല. എപ്പോഴും ഇങ്ങനെ വീട്ടിൽ വരുന്നൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ അവര് ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ നിങ്ങൾ എന്തിനെ പ്യാപ്പിളിനെ പോലെ ഇങ്ങനെ സൽക്കരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തല. അന്ന് അത്ര വിവരമില്ല, അറിവുമില്ല. സുബ്ഹാനല്ലാഹ്, ശരിക്കും പറഞ്ഞാല് ഉമ്മ മരിച്ചതിന് ശേഷം അവരാരും നമ്മളെ വീട്ടിൽ വരുത്തന്നില്ല. ഇതിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു സങ്കടം. സോറി. ഉള്ള പുറത്തല്ലേ. ശരിക്കും നമുക്ക് നൽകിയ സമ്പത്തില് അർഹതയുള്ള ആളുകളാണ് മിസ്കിന്മാർ അല്ലെ. സക്കാത്തിനും സദഖക്കും ഒക്കെ അർഹതയുള്ളവരാണ് അവര്. അവരുടെ അവകാശമാണ് അത് അല്ലെ. നമ്മള് പക്ഷെ അത് മറന്നിട്ട് പരിഗണിക്കാൻ പോലും, സുബ്ഹാനല്ലാഹ്, അത് മറക്കുന്ന കാരണത്താൽ എന്താ സംഭവിക്കുന്നത്? നരകത്തിലേക്ക് പതിക്കുകയാണല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വേണ്ടാത്ത വിനോദങ്ങൾക്കും ഓരോ പാർട്ടിക്കെല്ലാം വേണ്ടിട്ട് എത്ര പൈസ ചെലവാക്കുന്ന ആൾക്കാർ, വെറുതെ അനാവശ്യമായിട്ട് ഒരു 3-4 ആൾക്കാരുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നത് എത്രയായിരുന്നല്ലേ. എന്താവശ്യത്തിനാ? പെരുമ കാണിക്കാൻ അല്ലെ, പരസ്പരം പൊങ്ങച്ചം കാണിക്കാൻ. ഒരു പാവപ്പെട്ടവൻ വിശന്നിട്ട് വന്നാൽ എന്താ നമ്മള് കൊടുക്കാം? അല്ലെ വാതുക്കല് അല്ലെ, വിശപ്പ് കൊണ്ടോ പ്രയാസം കൊണ്ടോ വീട്ടിൽ വന്നാല് അവർക്ക് കൊടുക്കാൻ നമുക്ക് മടിയായിരിക്കും. ഇന്ന് വലിയ പൈസക്കാർ വന്ന് നമ്മളെ വീട്ടിൽ വന്നാലോ നമ്മൾ എന്താ അവർക്ക് കൊടുക്കണ്ടേന്ന് വിചാരിക്കില്ലേ. സുബ്ഹാനല്ലാഹ്, നമ്മുടെയൊക്കെ മാനസികാവസ്ഥയും ചിന്താഗതികളൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
സ്വർഗത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ ഈ പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യം പറയുമ്പോ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? നമ്മൾ 5 നേരം നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, അല്ലെ, പിന്നെ ഹജ്ജ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങ് എത്തിയെന്ന് എല്ലാരും വിചാരിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് അത്രയും പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയത്തില് നമ്മളെല്ലാരും വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് അല്ലെ ശരിക്കും ഇപ്പം ഈ ആദ്യം പറഞ്ഞ ഖാലൂലം നകും മിനൽ മുസല്ലീൻ പറഞ്ഞല്ലോ, അതുപോലെ പാവപ്പെട്ടവന്റെ ഭക്ഷണം, ഇതൊക്കെ ചെയ്യുന്ന വെച്ചാല് നല്ല ആളുകളായിരിക്കും അല്ലെ. പക്ഷെ ഇന്ന് ആളുകൾ എന്ന് വെച്ചാല് മതത്തിനെയും മതചിഹ്നങ്ങളെയും പരിഹസിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന അങ്ങനെയുള്ള ആളുകളുടെ കൂടെയായി പോകുന്നു അല്ലെ. യുവതലമുറകളൊക്കെ തന്നെ ഇസ്ലാം എന്താണെന്ന് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാതെ അവരുടെ ഇഷ്ടങ്ങൾക്കും തോന്നിയാസങ്ങൾക്കും അനുസരിച്ച് ജീവിതം ക്രമീകരിച്ചിട്ട് അങ്ങനെ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലെ, ആഘോഷങ്ങളൊക്കെ അതിര് കവിഞ്ഞു പോവുകയാണ്. ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇസ്ലാമികമായി ഒന്നും ഉണ്ടാവൂല, ഫുള്ളും അനിസ്ലാമികമായി അള്ളാഹു ഹറാമാക്കിയ വിലക്കിയ കാര്യങ്ങളിലൂടെയാണ് നമ്മളും അവരുടെ ഭാഗമായിട്ട് നമ്മളും കൂടെ കൂടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാ അനാചാരങ്ങളിൽ നിന്നും അള്ളാഹു വിലക്കിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ഒരു കൂട്ടത്തിന്റെ കൂടെ അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ അല്ലെ. നല്ല ആളുകൾ അള്ളാഹുവിന്റെ ഹക്ക് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം വലം നകു നുത്ഇമുൽ മിസ്കീൻ, പിന്നെന്താ പറഞ്ഞറിയോ? വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ഞങ്ങൾ ആരുടെ കൂട്ടത്തിലായി പോയി? തോന്നിവാസത്തിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകുമായിരുന്നു അല്ലെ. എല്ലാ തോന്നിവാസങ്ങൾക്കും കൊടി പിടിക്കാന് ഞമ്മളും. അതിപ്പോ നമുക്കൊന്നും പറയാൻ കഴിയില്ല അല്ലെ. മക്കളിപ്പോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മളെന്താ ചെയ്യാ? നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മൗലികളായിട്ട് എല്ലാത്തിനും കൂടി നിൽക്കുന്നല്ലേ. നമുക്കൊരു എതിർത്തൊരു അഭിപ്രായം പോലും പറയാൻ കഴിയാതെ നമ്മള് ഒരു നിസ്സഹായരായി മാറി നിൽക്കേണ്ട ഒരവസ്ഥ. അള്ളാഹു നമ്മളെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. നമുക്ക് ആ അള്ളാഹുവിന്റെ ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിലൂടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നമ്മുടെ മക്കൾ ചെയ്യുമ്പോ അല്ലെ, നമ്മുടെ മക്കളെങ്കിലും നമുക്ക് അത് പാടില്ല, അതിന് ഞാനില്ല, അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ എന്നെ പ്രതീക്ഷിക്കണ്ട എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഒരു മനക്കരുത്ത്, ആ ഒരു ഈമാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ എന്ത് തോന്നിവാസം നടത്തുന്നെങ്കിലും അല്ലെ, ശരിക്കും ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നത് ഈ ഓരോ കോളേജ് ക്യാമ്പസിലുള്ള ഓരോ ചാനലുകാരുടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് അവിടെ എല്ലാം വേണ്ടാത്തവരും വിളിച്ചു പറയുന്നത് ചട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളായിരിക്കും. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ആൾക്കാരുടെ മുമ്പിൽ ഫേമസ് ആകാൻ വേണ്ടിയിട്ടാ? ഇല്ല, അള്ളാഹു അവർക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ മക്കളെല്ലാം തന്നെ ഇല്ലേ, നമ്മളെ ഓരോരുത്തരുടെയും മക്കളും ഇതുപോലെയുള്ള ഒരുപാട് കോളേജ് ക്യാമ്പസുകളിൽ പോയി വരുന്ന കുട്ടികളാണ്. അള്ളാഹു അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഈമാനിന്റെ വെളിച്ചം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. പിന്നെ നാലാമത്തെ കാര്യം എന്താ പറഞ്ഞ? വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തെ കളവാക്കി അല്ലെ. ഞങ്ങള് പ്രതിഫല ദിവസത്തെ കളവാക്കുന്ന നിഷേധിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോയി. 4 കാര്യങ്ങളാ പറഞ്ഞ്. ഈ 4 കാര്യങ്ങളാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 4 കാര്യങ്ങള്. ശരിക്കും ഒന്നാമത്തെ കാര്യത്തിൽ ഫെയിലായ തന്നെ ഈ 4ാമത്തെ കാര്യത്തിൽ അവൻ ഫെയിലാവും. കാരണം അല്ലെങ്കിൽ ഈ 4ാമത്തെ കാര്യത്തിൽ അവന് ശ്രദ്ധ ഉണ്ടെങ്കിൽ 1ാമത്തെ കാര്യത്തിൽ അവന് വിജയിക്കും.
അല്ലെ? സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ഓരോരുത്തരും റബ്ബിന്റെ മുമ്പിൽ നിന്ന് 5 നേരം നിസ്കരിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലേ, മാലിക് യൗമിദ്ദീൻ, അല്ലെ? പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു റബ്ബേ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കവിടെ വിശ്വാസം ഉണ്ട്. ആ വിശ്വാസം, അല്ലെ, ഹൃദയത്തിലുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന പലപ്പോഴും പല സ്ഥലങ്ങളിലുമായി ഏതൊരുവൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ, ഈ രണ്ട് വിശ്വാസം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ദിവസത്തെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ബോധം, അല്ലെ, നമ്മുടെ കർമ്മങ്ങളിലും ഉണ്ടാകും. പക്ഷേ എപ്പോഴാണെന്നറിയോ ഈ ബോധം വരുന്നത്? അവര് പറയും, ഞങ്ങള് ഇതൊക്കെ തിരിച്ചറിയേണ്ട സമയം എപ്പോഴാണെന്ന് അവർക്ക് സമയം മനസ്സിലായത്? ഹത്താ അതാനൽ യഖീൻ, ആ ഉറപ്പായ ആ ഒരു യഖീൻ, അല്ലെ? ആ യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദൃഢമായ ആ കാര്യം, അത് ഞങ്ങൾക്ക് വരുന്നത് വരെ, അല്ലെങ്കിൽ വന്നെത്തിയപ്പോ, വന്നെത്തി. എന്താണ് ആ ഉറപ്പായ കാര്യം എന്ന് പറഞ്ഞാല്? അത് മരണമാണ്, അല്ലെ? മരണം എന്ന യാഥാർത്ഥ്യം അവരനുഭവിച്ചപ്പോഴാണ് അവർക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടത് എന്ന് പറയുന്നത്. നമ്മളോട് അല്ലാഹു തആല ഇതൊക്കെ പറഞ്ഞിരുന്നത് എന്തിനാണെന്നറിയോ? നമുക്കിപ്പൊ മാറാൻ അവസരമുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവരാ. നമ്മളെ റൂഹ് ഇപ്പോഴും നമ്മളെ ശരീരത്തിൽ അല്ലാഹു തആല തന്നിട്ടുണ്ട്, അല്ലെ? ഇത് എപ്പോഴാ ഇത് ഇവിടുന്ന് വേർപെട്ട് പോകാൻ നമുക്ക് ഒരിക്കലും അറിയില്ല. ഏത് നിമിഷം സംഭവിക്കാം, എങ്ങനെയും സംഭവിക്കാം, അല്ലെ? ഇരിക്കുന്നിടത്തുനിന്ന്, നിൽക്കുന്നിടത്തുനിന്ന്, കിടക്കുന്നിടത്തുനിന്ന്, ഓടുന്നിടത്തുനിന്ന്, ഉറങ്ങുന്നിടത്തുനിന്ന് എപ്പോ വേണമെങ്കിലും നമ്മൾ ഈ റൂഹിനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയേക്കാം. അന്നേരം നമുക്ക് ബോധ്യപ്പെട്ടത് കാര്യമില്ല, അല്ലെ? ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടാല്, നമുക്ക് അതിനനുസരിച്ച് കർമ്മങ്ങൾ നന്നാക്കാൻ സാധിച്ചാല് നമുക്ക് എവിടെ എത്താം? നമുക്ക് ചോദ്യം ചോദിക്കുന്ന ആളുകളിലേക്ക് പോകാം, അല്ലെ? അതായത് അസ്ഹാബൽ യമീൻ. സുബ്ഹാനല്ലാഹ്. ചോദിക്കപ്പെടുന്ന ആളുകളിൽ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. കാരണം റബ്ബ് നമുക്ക് മുന്നറിയിപ്പായിട്ട് ഇവിടെ കാര്യങ്ങൾ അറിയിച്ചു തന്നു കഴിഞ്ഞു, അല്ലെ? ആ ഒരു ഉറപ്പായ കാര്യം അതെന്തായാലും വരും, അല്ലെ? ആ മരണം വന്നെത്തുന്നത് വരെ ഇവര് പറയാണ്, ഞങ്ങൾ ഈ പറഞ്ഞ ഈ സ്വഭാവത്തിലൊക്കെ ആയിപ്പോയി, ഞങ്ങള് ഇതിലൊക്കെ പെട്ടുപോയി, പാടില്ല, അല്ലെ? പാടില്ല ഒന്നും. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാല് അവർക്ക് ഒരു ശുപാർശക്കാരുടെ ശുപാർശ ഒന്നും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹു തആല പറയുന്നു, അല്ലെ? ഫമാലഹും, അവർക്ക് എന്താ പറ്റിയത്? അനിത്തദിക്റതിനുഅരിദീൻ, അല്ലെ? അവർ അള്ളാഹുവിന്റെ ഈ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരായിരിക്കുന്നു. അതാ കാരണം. അള്ളാഹു, അല്ലെ, ശരിക്കും നിരന്തരം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ക്ലാസ്സുകളിലൂടെ നമ്മുടെ ഒരുപാട് 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 കാര്യങ്ങൾ, അല്ലെ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഇവിടെ നമ്മളോട് ചോദിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കാം, അല്ലെ? പിന്നെ ശരിക്കും ഈ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് ഉത്തരം പറയാനല്ല. അത് നമ്മളെ ജീവിതം കൊണ്ട്, അല്ലെ, നമ്മളെ ഹൃദയത്തെ തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതം കൊണ്ട് നമുക്കത് തെളിയിക്കാൻ കഴിയണം. നമ്മളെ ഹൃദയം തുറക്കണം. തുടക്കത്തിൽ ഞാന് ക്ലാസ് തുടങ്ങുമ്പോ പറഞ്ഞില്ലേ, ഹൃദയം കൊണ്ട് കേൾക്കാൻ. നമ്മളെ കാതുകൾ കൊണ്ട് നമ്മൾ കേട്ട്, അല്ലെ, ഒരു കാതിലൂടെ കേട്ട് ഒരു കാതിലൂടെ വിടാനാണ് 2 ചെവിന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, അല്ലെ? നമ്മളെ കേട്ടിട്ട്, ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മുടെ കൽബിലേക്ക് അതങ്ങ് ഇറങ്ങി പോകണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലെ? ശരിക്കും ഈ കാര്യങ്ങളുണ്ടല്ലോ, ഓരോ വിശ്വാസിയെയും പിടിച്ചു കുലുക്കണം എന്നാ പറയുന്നത്. ഈ ചോദ്യങ്ങൾ, ഈ ചോദ്യത്തില് നമ്മളില്
എവിടെയാണ് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക അല്ലെ. അവരെ ഇവരെ ഒന്നും നോക്കണ്ട, ഇവരെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഉം പിന്നെ നമ്മൾ ഏത് പൊസിഷനിലാ ഉള്ളത് എന്ന് നോക്കിയാൽ മതി. എന്നിട്ട് അതിലെന്താണ് നമുക്ക് തിരുത്താനുള്ളത്, എന്താണ് നമുക്ക് പിന്നെ നന്നാക്കാനുള്ളത്, ആ വിഷയത്തില് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ ആകുമ്പോ അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ സ്വർഗത്തിന്റെ അവകാശികളായിട്ട് നമുക്ക് തീരാം. തോന്നിവാസികളായിക്കൊണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത, നമസ്കരിക്കുന്ന നല്ല ആളുകളെ കൂട്ടത്തിൽ കൂടാത്ത, പിന്നെ പരലോകത്തെ നിഷേധിക്കുന്ന, നമ്മളെ മക്കളെ ആ വിഷയത്തിൽ വളരെ നമ്മൾ ഗൗരവത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെയുള്ള കൂട്ടത്തിൽ കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ളത് അല്ലെ. ഇന്ന് ഭയങ്കരമായിട്ട് ഈ നിഷേധം, അതായത് അള്ളാഹു ഇല്ല, ഈ ദുനിയാവ് അങ്ങനെ ഒരു സൃഷ്ടാവില്ല, ഇതിനു ശേഷം അങ്ങനെ ഒരു ജീവിതം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കുന്ന കുറെ ഇസത്തിന്റെ ആളുകളുണ്ട് അല്ലെ, ഇസ്റ്റുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. മക്കളെ അല്ലേ അങ്ങനെയുള്ള യാതൊന്നിലും പോയി പെട്ടുപോകരുത്, അങ്ങനെയുള്ള കൂട്ടത്തിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. നല്ല ചങ്ങാതിമാരെ. 2 ദിവസം മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മകന്റെ കാര്യം. സുബ്ഹാനല്ലാഹ്. ജർമ്മനിയിലെങ്ങാനും പഠിക്കാൻ പോയ ഒരു മോൻ പെട്ടെന്ന് അവനൊരു വെളിപാട് പോലെ മാറുകയാണ്. നിസ്കരിക്കാൻ ആദ്യമൊന്നും നിസ്കാരത്തിന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. ഇപ്പോ അവന് ഇങ്ങനെ ഭയങ്കരമായ ഒരു റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇത് അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ. അതിനനുകൂലമായ സാഹചര്യങ്ങളും ആ കുട്ടിക്ക് അള്ളാഹു അനുകൂലമാക്കി കൊടുക്കട്ടെ. ആ ഒരു സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാ മക്കൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലെ, നമ്മളെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ നൂറിനാൽ പ്രകാശപൂരിതമാകട്ടെ. അല്ലെ, സത്യം പ്രവേശിക്കാൻ നമ്മളെ ഹൃദയങ്ങള് സീല് വെക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം. സത്യം മനസ്സിലാകുമ്പോ അത് ഉൾക്കൊള്ളാൻ, അല്ലെ, ഒരു കാര്യം തെറ്റാണെന്ന് പറയുമ്പോ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, മാറി നിൽക്കാൻ, ഒരു നന്മ കേൾക്കുമ്പോ അത് പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ദീനിനെ പരിഹസിക്കുന്ന, പിന്നെ കളിയാക്കുന്ന, അങ്ങനത്തെ നിഷേധിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടി കഴിഞ്ഞാല് എന്താ പ്രശ്നം എന്നറിയോ? അത് ഒരു തരം വൈറസ് ആണെന്നാ പറയുന്നത്. അത് പെട്ടെന്ന് ഇത് സ്പ്രെഡായിട്ട് ബാധിക്കാൻ കാരണമാവുന്ന പറയുന്നു. ഞാൻ ഭയങ്കര ഈമാന് തത്വമുള്ള ഒരാളാണ്, എനിക്കൊന്നും അവരെ ഇതൊന്നും ഇതാവില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. തിന്മ കണ്ടാൽ അവിടെ നിൽക്കണ്ട, ആ ഭാഗത്തേക്കേ പോകണ്ട. കാരണം നമ്മുടെ ശത്രുവായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാലത്തോളം അവൻ നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ, സക്കറിന്റെ ആളുകളിലേക്ക് ഉൾപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടേക്കുള്ള വഴി എന്താണ്? ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര രസമായിരിക്കും, നല്ല കാണുമ്പോ കേൾക്കുമ്പോ ഭയങ്കര ഭംഗിയായിരിക്കും, അതിന് ഭയങ്കര ആസ്വാദനായിരിക്കും. അല്ലെ, നേരെ മറിച്ച് നമ്മള് ഒരിത്തിരി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം എന്ന് വിചാരിക്കുമ്പോഴോ അത് ഭയങ്കര പ്രയാസമായിരിക്കും. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈമാൻ സ്ട്രോങ് ആക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടിക്കൊണ്ടേയിരിക്കാം. പരിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കാം. ഖുർആനിന്റെ പഠനത്തിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കുക. വെറും പാരായണക്കാരായി മാത്രം പോകാതെ ഖുർആൻ അർത്ഥസഹിതം ആശയസഹിതം തന്നെ മനഃപ്പാഠമാക്കാനും അത് നമസ്കാരങ്ങളിൽ പാരായണം ചെയ്തുകൊണ്ട് അതിനെ തദബ്ബുർ ചെയ്ത് ഉറ്റാലോചനയോടുകൂടി മനസ്സിലാക്കി ജീവിതത്തില് ശരിക്കും ഓരോ പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങള് പിന്നെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സൂറത്തുൽ മുദ്ദസ്സിർ തന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിന്റെ അർത്ഥസഹിതം ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആയത്തുകള് കേൾക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ തയ്യാറായാൽ ഒരുപാട് പരിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്ത് എടുത്താലും നമുക്കുള്ളതാണ് അല്ലെ, നമ്മളെ റബ്ബ് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും പറയാന്ന് വെച്ചാല് ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞു തീരാൻ നമ്മുടെ സമയമാണെങ്കിൽ അസർ ബാങ്ക് കൊടുക്കാറായി. 4 മണിക്ക് എനിക്ക് വേറൊരു ക്ലാസ് ഇതുണ്ട്, നമുക്ക്
ഒരു അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇൻഷാ അള്ളാ. അപ്പൊ അതുകൊണ്ട് നിർത്തുകയാണ്. സത്യത്തില് പറഞ്ഞ എവിടെ എത്തിയിട്ടില്ല. പക്ഷെ ഈ 4 കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളെല്ലാം അവിടെ മനസ്സിലുണ്ടാവണം. ഈ ചോദ്യം ചോദിക്കുന്ന ഒരു അവസ്ഥ, ചോദിക്കപ്പെടുന്ന ഒരവസ്ഥ, ഏതിൽ പെടണം എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചുകൊണ്ട് നമ്മള് ആ ഒരു ശ്രദ്ധയോടുകൂടി ഇപ്പൊ നമ്മളെ ശരീരത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പോറലേൽക്കുമ്പോൾ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കുന്നില്ലേ അല്ലെ? ഒരു തലവേദന അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും വേദന വരുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇതാക്കി, അല്ലെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണെങ്കിൽ കാണിച്ച്, മരുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ കഴിച്ച്, അങ്ങനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നാളെ റബ്ബിന്റെ അടുത്ത് നമുക്ക് കിട്ടണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട സ്ഥലത്തെ കുറിച്ചുള്ള ഒരു ചിന്ത അല്ലെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നതിനേക്കാളും നമ്മൾ ചിന്തിച്ച്, നമ്മളെ നിസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ച് എന്റെ നിസ്കാരം അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എന്തും ചെയ്യും തീരുമാനിച്ചാൽ മതി. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലെ, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. മാ സലക്കക്കും ഫീ സഖർ എന്ന ആ ഒരു ചോദ്യം നമ്മുടെ ചെവിയിൽ മുഴങ്ങട്ടെ. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും അല്ലെ, ഏത് കാര്യവും നിങ്ങൾ ആ രീതിയിൽ അല്ലെ അതൊന്ന് നമ്മൾ പ്രാക്ടിക്കൽ ആക്കി കൊണ്ടുവന്നാൽ തന്നെ സുബ്ഹാനല്ലാഹ് നമുക്ക് നമ്മളെ നന്നാക്കാൻ കഴിയും. നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമ്മളെ ഓരോ കാര്യങ്ങളും നമ്മൾ നന്നാകും. അങ്ങനെ നമ്മുടെ മരണം നല്ലതാകും. മരണാനന്തരം നമ്മുടെ ആദ്യത്തെ താമസ സ്ഥലം നന്നാകും. അതിനുശേഷമുള്ള നമ്മുടെ ജീവിതവും നന്നാകും അല്ലെ. എത്ര കാലം നമുക്ക് ഈ ദുനിയാവിൽ ആയുസ് ഉണ്ടാകും എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എത്ര കാലം നമ്മൾ ഇവിടെ ഈ യാത്ര തുടരേണ്ടി വരും എന്ന് നമുക്കറിയില്ല. എന്ത് തന്നെ ആയാലും നമ്മൾ ഈ ഒരു യാത്ര ഈ ദുനിയാവില് നമുക്ക് ഒരു സമയം വരുമ്പോ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. ആ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് വലത്താണോ അല്ലെ, അസ്ഹാബുൽ യമീനാണോ അസ്ഹാബു ഷിമാലാണോ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലെ. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സംഗീതം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വിഷയത്തില് സൂക്ഷ്മത പുലർത്തി ജീവിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ യമീനിൽ ഉൾപ്പെടാൻ, സ്വർഗക്കാരിൽ ഉൾപ്പെടാൻ, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ കഴിയാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണെന്ന കൃത്യമായ ബോധത്തോടെ ദുനിയാവിൽ ജീവിച്ച് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ഏറ്റവും ആ ഒരു സുന്ദരമായ ഒരു നിമിഷമാക്കാൻ, ആ ഒരു നിമിഷം അത് ഏറ്റവും ആസ്വാദികരമായ ഒരവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബേ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങളിൽ നിന്നും നീ പൂർണ്ണമായും സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ, പോരായ്മകൾ, മനുഷ്യരാണ്, മനുഷ്യ സഹജമാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ വന്നു പോയിട്ടുണ്ട് റഹ്മാനായ റബ്ബേ. ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഇന്നിവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ കൃത്യതയോടെ കൊണ്ടുവരാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യവും ഔദാര്യവും ഇല്ലാതെ ഞങ്ങൾക്കൊരു ചെറുവിരല് പോലും അനക്കാൻ കഴിയില്ല റഹ്മാനായ റബ്ബേ. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രണ്ട് വ്യത്യസ്ത ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതായത് ഒന്ന്, ഒരാള് ഒരു ദിവസം 3 തവണ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയും സ്വർഗം ചോദിക്കുകയും ചെയ്താൽ തീർച്ചയായും അവൻ അല്ലാഹു തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 7 തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 7 അല്ല 3 അല്ല, ഒരു 10 തവണ തന്നെ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുക, സ്വർഗം ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ഈ കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരേ ഒരു കാര്യം അതാണ് അല്ലെ. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് എന്ന് പറഞ്ഞു അല്ലെ. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അവൻ വിജയിച്ചു. ആ വിജയികളിൽ നമുക്ക് ഉൾപ്പെടണം. അപ്പൊ നമ്മൾ ഇത് അള്ളാഹിനോട് എന്തായാലും ചോദിക്കണം. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 3 തവണ, കൂടിപ്പോയാൽ കുഴപ്പമില്ല. കഴിയുമെങ്കിൽ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ ചോദിക്കും അല്ലെ. നമുക്ക് എല്ലാവർക്കും അത് ഓർമ്മയോടുകൂടി ദുആ ചെയ്യാൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഏത് ഭാഷയിൽ വേണമെങ്കിലും ചോദിക്കാം അല്ലെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ ചോദിക്കാം. അല്ലാഹുമ്മ അജിർനി മിനൻ നാർ
എന്ന് പറയാം അല്ലെ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് പറയാം. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്ന, സ്വർഗം ചോദിക്കുന്ന ഒരുപാട് ദുആകളുണ്ട്. ഇതിൽ ഏത് ദുആ വേണമെങ്കിലും സെലക്ട് ചെയ്യുക, പ്രാർത്ഥിക്കാൻ മറന്നു പോകാൻ പാടില്ല. മറക്കാതെ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ടുപോകാം. കാരണം നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം. ഇതാണ് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹം, പരിശ്രമം, പ്രവർത്തനം. ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ വലിയകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്നും രോഗികളായും മറ്റും പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ നാഥ. അവർക്കെല്ലാവർക്കും നീ രോഗങ്ങൾക്ക് ശിഫയും ആശ്വാസവും ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ, ഞങ്ങൾ കുടുംബങ്ങളിലും അല്ലാതെയും ഒക്കെയുള്ള ഒരുപാട് പേര് നേരത്തെ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി റഹ്മാനായ റബ്ബേ. അവർക്ക് ഇന്ന് ഖബറുകളിലാണ് അള്ളാഹു. ആ ഖബറിടം അള്ളാഹുവെ നീ അവർക്ക് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനങ്ങൾ തുറന്ന് അതിന്റെ സുഖാസ്വാദനങ്ങൾ ആസ്വദിക്കാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരെങ്കിലും നരകത്തിന് കാരണമാകുന്ന എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ ഞങ്ങളെയും നീ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، وادخلنا الجنة يا رب العالمين، وادخلنا الجنة يا رب العالمين، وادخلنا الجنة يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وقنا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.